ബഹുമാനിക വൈദികരെ, മലയാളം കമ്മിറ്റി അംഗങ്ങളെ, കരിസ്മാറ്റിക് കൂട്ടായ്മയുടെയും സിയോൺ റീച്ച് മിനിസ്റ്ററുടെയും നേതൃനിരയിലുള്ളവരെ, സിയോൺ ഫെസ്റ്റ് 2026 പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വർഷത്തെ സിയോൺ ഫെസ്റ്റ് വരാൻ നമുക്ക് ഏറ്റിട്ടുള്ള സങ്കീർത്തനം 145:14 വീഴുന്നവരെ കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. 20 വർഷം പൂർത്തിയാകുന്ന നമ്മുടെ സിയോൺ ഫെസ്റ്റ് 2026 കടന്നു വന്ന നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ഈ ആത്മീയ ഉത്സവം ഉദ്ഘാടനം ചെയ്യാൻ നമ്മോടൊത്തായിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുത്തുവച്ചനാണ്. എന്നാൽ ചില അസൗകര്യം കൊണ്ട് അച്ഛനെ എത്താൻ സാധിച്ചില്ല. അച്ഛനെ ഏറെ സ്നേഹത്തോടെ സിയോൺ ഫെസ്റ്റ് 2026 ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിന് പകരമായിട്ട് നമ്മുടെ ഇടവകയിലെ ഫാദർ ജോർജ് ഫെർണാണ്ടസ് ആണ് വന്നിരിക്കുന്ന അച്ഛനെ, ഫാദർ മൈക്കിൾ ഫെർണാണ്ടസിനെ നമ്മളെ ഈ മീറ്റിംഗിലെ ഈ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്ന അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഇത്രയും മനോഹരമാക്കാൻ നിങ്ങളോടൊപ്പം കരുത്തായി സ്നേഹമായി കൂടെ നിൽക്കുന്നത് നമ്മുടെ ആത്മീയ പിതാവായ ബഹുമാനപ്പെട്ട ജോണച്ചനാണ്. അച്ഛൻ സ്നേഹത്തോടെ നമ്മളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് എപ്പോഴും സ്നേഹത്തോടെ നമ്മുടെ കാണപ്പെടും പറയുന്ന അച്ഛൻ്റെ ഒരു ഉറപ്പാണെന്നത്. എല്ലാ കാര്യങ്ങളും സമയങ്ങളിൽ വിളിച്ചന്വേഷിക്കുകയും കൃത്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൃത്യസമയത്ത് നമുക്ക് നൽകാറുണ്ട്. നിങ്ങളുടെ ഡയറക്ടർ കൂടിയായ ബഹുമാനപ്പെട്ട ജോൺ ജോസഫച്ചനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ സിയോൺ ഫെസ്റ്റ് 2026 നമുക്ക് 2 വിശിഷ്ട വ്യക്തികളാണുള്ളത്. ഈ ആത്മീയത്തിൽ വചനം പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെറിനച്ഛനും ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനുമാണ്. ഇന്ന് ഇവരുടെ വിലപ്പെട്ട സമയങ്ങൾ ഇവർ നമുക്കായി നീക്കിവെച്ചിരിക്കുന്നു. ഈ 2 ബഹുമാനപ്പെട്ട വൈദികരെയും കൂടാതെ മലങ്കര കമ്മ്യൂണിറ്റിയുടെ ആത്മീയ പിതാവ് ബഹുമാനപ്പെട്ട ജോൺ മുടിയച്ചനെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സിയോൺ ഫെസ്റ്റ് 2025 പ്രോഗ്രാമിലേക്ക് ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇതുപോലെ എടുത്തു പറയേണ്ട ഒരുപാട് പേരുണ്ട്. സമയം പോകുന്നതിനാൽ ഞാൻ ചുരുക്കി പറയാനും, കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ കോർഡിനേറ്റർ ബിന്ദു സിസ്റ്റർ, MBC സെക്രട്ടറി ഹെൻറി ഡാമി ഫെർണാണ്ടസ്, റോമൻ കത്തോലിക് മലയാളം ലാറ്റിൻ കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ ബ്രദർ ഷാജൻ തോമസ്, സീറോ മലബാർ കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ ബ്രദർ ബിജു, മലങ്കര കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ സാം സക്രിയ, ഇവരെ ഏറെ സ്നേഹത്തോടെ സിയോൺ ഫെസ്റ്റ് 2026 സ്വാഗതം ചെയ്യും. ലേമിനിസ്റ്റേഴ്സ്, വോളണ്ടിയേഴ്സ്, സിയോൺ കൊയർ അംഗങ്ങൾ, സിയോൺ ഫെസ്റ്റിന്റെ കൺവീനർ സുനിൽ, മൊബൈലൈസേഷൻ ക്യാപ്റ്റൻ ബിനു, മറ്റ് സിയോൺ ഫെസ്റ്റിന്റെ കമ്മിറ്റി അംഗങ്ങൾ, MC എഡിൻ ബ്രദർ തുടങ്ങിയ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വന്തമെന്ന് പറയേണ്ടവരാണ് ഈ സിയോൺ ഫെസ്റ്റിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾ ഓരോരുത്തരും. സിയോൺ ഫെസ്റ്റ് 2026 ആത്മോത്സവത്തിൽ പങ്കെടുത്ത് ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം പ്രാപിക്കാൻ ഇന്നേ ദിവസം ഷാർജ സെന്റ് മൈക്കൽ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം കൊണ്ട് ഞാൻ നിർത്തുന്നു. Dear fathers, Sion Ministries officials, this is a reach out program of the charismatic Charis movement. We are all gathered together, auspicious and beautiful day today as our Muslim brothers are celebrating Eid. And we have gathered together under the title of Sion. Sion has a great place in Christianity. Sion is a place of encounter. Sion is a place of meeting God and knowing that we are all children of God. Reaching out
in order to meet, encounter, know, and experience. We are all in a troubled world, and we need each other. We have to support, we have to reach out. Because I don't know who the other is. I will know you, love you, be with you only when I come to you. ദിവസം ഈ ഒരു നമ്മുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം മുൻപോട്ടുള്ള നമ്മുടെ നാളുകളും വർഷങ്ങളും ഇനിയും ദൈവത്തെ മുഖാമുഖം അനുദിന ജീവിതത്തിൽ കാണുവാനും അനുഭവിക്കുവാനും ആ ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുവാനും നമ്മുടെ കഷ്ടപ്പാടുകൾ, ഒറ്റപ്പെടലുകൾ, വേദനകളിൽ, സാമ്പത്തിക ഞെരുക്കത്തിൽ കരുത്തായിട്ട്, താങ്ങായിട്ട്, ജീവിതത്തിലെ പരിഹാരമായിട്ട്, പ്രത്യാശയായിട്ട് ദൈവം കൂടെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യനായ മൈക്കിൾ അച്ഛൻ, ഇതിൻ്റെ ആത്മീക പിതാവ് ബഹുമാനപ്പെട്ട ജോൺ അച്ഛൻ, വിശിഷ്ട അതിഥിയായി കടന്നു വന്ന ഷെറിനച്ഛൻ, സിയോന്റെ പ്രിയങ്കരായ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോടൊത്ത് ഈ ദിവസമായിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് അന്നം തരുന്ന നാടിൻ്റെ വലിയൊരു ഫീസ്റ്റ് ദിവസമാണ്. ഈദ് നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഇന്നലെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ കഷ്ടപ്പാടുകളുടെ, അധ്വാനത്തിൻ്റെയും ഒക്കെ മധ്യസ്ഥനായ യൗസപിതാവിൻ്റെ തിരുനാൾ ദിവസമാണിത്. അങ്ങനെ വളരെയധികം അനുഗ്രഹം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു സുദിനത്തിൽ നാം എല്ലാവരും ഇവിടെ ഒന്നുചേർന്നിരിക്കുന്നു. അതിലേറെ അഭിമാനമാണ്. കരിസ്മാറ്റിക്കിനെ ഞാൻ മോശമാക്കി പറയുകയല്ല, കുറച്ച് പറയുകയുമല്ല. സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതിനും അപ്പുറത്തായി ഇറങ്ങിച്ചെല്ലുവാൻ, പ്രത്യേകിച്ച് ക്യാമ്പുകളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാൻ, അവിടെയുള്ള സഹോദരങ്ങളെ കാണാൻ, അവരെ ചേർത്ത് നിർത്തുവാൻ, അവരെ ദൈവത്തിലേക്ക് അടുത്തു കൊണ്ടുവരുവാൻ, അവരെ ദൈവീകമുള്ളവരാക്കി മാറ്റുവാൻ, അവർക്ക് ഉദാശകൾ നൽകുവാനുള്ള കാര്യത്തിലൊക്കെ സിയോൺ മിനിസ്റ്റർ കാണിക്കുന്നതായ ശുശ്രൂഷ ഏറെ ശ്ലാഘനീയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തന്നെ ഇതിന്റെ സംഘാടകരെല്ലാവരെയും ഏറ്റവും ആത്മാർത്ഥമായിട്ട് അനുമോദിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ അഗ്നി ജ്വലിപ്പിക്കട്ടെ. മത്തായി 5:16 പറയുന്നു, അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങൾ. നമുക്ക് വേണ്ടി വചനം പങ്കുവയ്ക്കാൻ വന്ന എല്ലാ അച്ഛന്മാരെയും നമുക്ക് ആശംസാ പ്രസംഗവും ആശംസ അറിയിക്കുവാൻ വന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും യേശുനാമത്തിൽ, സിയോൺ മിനിസ്ട്രിയുടെ നാമധേയത്തിൽ ഞാൻ നന്ദി പറയുന്നു. മൊബിലൈസേഷന്റെ ഭാഗമായിട്ട് ഈ പള്ളി ബോർഡിൽ മൊബിലൈസേഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവരോട് ഒരു സഹോദരൻ ചോദിച്ചു, എനിക്ക് ബൈബിൾ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ ബൈബിളില്ല. സിയോനിലെ പ്രസന്ന എന്ന് പറയുന്ന ഒരു സഹോദരിയോട് കണ്ണൻ എന്ന് പറയുന്ന ഒരു Thank you.
Only 2 words. Rest of my words. I am really happy. Last 2 years we could not see so many number of people I know. However, it was holiday at that time. People who are working in the camps also, they have to substitute others for them to take holiday, and they were working. Many we would not be able to have. This year, thanks be to God, the hall is full, and from morning itself I have been noticing so many have come for the registration. I am happy that you are there in the house of God the whole day to experience and taste the love of God, and also to taste the love of each other. It's a wonderful time, opportunity given for you to have the spiritual nourishment, and also to be united in the house of God together to share your love, and also to rejoice in the presence of God, and finally to receive blessing, to revamp your spirit once again, to go back and work. May all your hard labor be highly blessed. There are many ways you are encountering difficulties regarding accommodation, workplaces, food, and shelter, everything. Lot more difficult challenges you undergo with a meager amount, meager salary. But still, I see in you, even every Sunday when you gather there in the name of Zion Ministry, I see in you the joy. That is a real joy. In spite of all various difficulties, still you are able to just smile at each other, and you are able to share the love of God with one another. May God bless you. I pray the rest of the day will continue peacefully. God bless. കർത്താവായ യേശുക്രിസ്തുവേ, ദൈവത്തിന്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവേ, ദൈവത്തിന്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. കാരണം ദൈവവചനം ദൈവമാണ്. ഒന്നാമത്തെ കാര്യം അതാണ്, ദൈവവചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കും. അത് തീർച്ചയായിട്ടും നമ്മളെ വിശുദ്ധീകരിക്കും, നമ്മളെ നയിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ വചനം അയച്ച് അവരെ വിശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞത്. ഞാൻ നമ്മൾ
Moving on.